ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ കോയമ്പത്തൂർ വ്ലോഗിലേക്ക് സ്വാഗതം. ജോലിക്കായി ഒരു പുതിയ നഗരത്തിൽ വരുമ്പോൾ ഓരോ ദിവസവും ഒരുപാട് പുതിയ അനുഭവങ്ങളുണ്ട്. ഞങ്ങളുടെ ഒരു സാധാരണ പ്രഭാതം, ജോലിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, ഞങ്ങളെങ്ങനെ യാത്ര ചെയ്യുന്നു എന്നൊക്കെയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇന്ന് റൂമിൽ നിന്ന് ഞങ്ങൾ മെയിൻ റോഡിലേക്ക് നടക്കുകയാണ്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം തോന്നി. തലേന്ന് രാത്രി ഒരു സ്ഥലത്ത് വള്ളിപ്പടർപ്പുകൾ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ വളരെ ഭംഗിയായിരുന്നു. എന്തോ ഒരു പ്രത്യേക ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പ്രഭാതത്തിൽ വെളിച്ചം വന്നപ്പോൾ അതത്ര ഭംഗിയായി തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു അരോചകമായി തോന്നി. കാഴ്ചയുടെ ഭംഗിക്ക് വെളിച്ചവും സമയവും ഒരുപാട് പ്രധാനമാണല്ലേ. അടുത്ത കാഴ്ച, വീടുകളുടെ മുമ്പിൽ മനോഹരമായി വരച്ച കോലങ്ങൾ. ഇത് തമിഴ്നാടൻ സംസ്കാരത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ചില വീടുകളുടെ മുമ്പിൽ ചാണകം തെളിച്ച് അതിന് മുകളിലാണ് കോലം വരച്ചിരിക്കുന്നത്. ഇത് കാണാൻ നല്ല കൗതുകമാണ്. അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിലെത്തി. ഇനിയുള്ള ലക്ഷ്യം ബ്രേക്ക്ഫാസ്റ്റ്. നല്ല വിശപ്പുണ്ട്. ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ ആദ്യമേ ശ്രദ്ധിച്ചത് അവിടുത്തെ വൃത്തിയാണ്. അതിനേക്കാൾ ആകർഷകമായ ഒരു കാര്യം കണ്ടത് അവിടുത്തെ ഭിത്തിയിൽ ഈ സ്ഥലത്തുള്ള പ്രധാന തീർത്ഥാടന സ്ഥലങ്ങളുടെ ഫോട്ടോകളും വിവരണങ്ങളും നൽകിയിരുന്നു എന്നുള്ളതാണ്. ഭക്ഷണം കാത്തിരിക്കുമ്പോൾ ആ വിവരങ്ങൾ വായിച്ചിരുന്നത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഞാൻ ഇഡലിയാണ് ഓർഡർ ചെയ്തത്, അരുൺ ഓർഡർ ചെയ്തത് ദോശയും. ഒരുപാട് നേരം ഞങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വന്നില്ല. വളരെ വേഗത്തിൽ തന്നെ ഞങ്ങൾക്കുള്ള ഭക്ഷണം റെഡിയാക്കി കൊണ്ടുവന്നു. ഇവർക്ക് ഞങ്ങളെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കണം ഒരുപാട് താമസം വന്നില്ല. കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ചൂട് ചായയും എത്തി. ഈ ചായയ്ക്ക് ഒരു പ്രത്യേക എനർജി തരാനുള്ള കഴിവുണ്ട്. ചായ ഊതി കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ മുഴുവൻ ദിവസത്തേക്കുള്ള ഊർജം കിട്ടിയ ഒരു ഫീലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വയറും മനസ്സും നിറഞ്ഞു. വളരെ മനോഹരമായ ഭക്ഷണം. ഇനി ജോലി സ്ഥലത്തേക്ക് പോകണം. അതിനായി ഞങ്ങൾ ഉപയോഗിക്കുന്നത് റെക്ടാക്സി സർവീസാണ്. അതിനുള്ള ആപ്ലിക്കേഷൻ ഞങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് പോകേണ്ട സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ കൊടുക്കുമ്പോൾ ഉടൻ തന്നെ ഒരു ക്യാബ് നമ്മുടെ അടുത്തേക്ക് വരും. ഏറ്റവും അടുത്തുള്ള ഡ്രൈവർ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫോണിൽ OTP ലഭിക്കുകയും കാർ വരുന്നതും നമ്മൾ യാത്ര ചെയ്യുന്നതും എല്ലാം ആപ്ലിക്കേഷനിൽ മാപ്പിൽ കാണിക്കുകയും ചെയ്യും. പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോകുന്നതിന് ഈ സേവനം വളരെയധികം ഉപകാരപ്രദമാണ്. വളരെ കംഫർട്ടബിളായ യാത്രയാണ് ഈ ദിവസങ്ങളിൽ റെക്ടാക്സി വഴി ഞങ്ങൾക്ക് ലഭിച്ചത്. വഴിയിൽ ഉടനീളമുള്ള കാഴ്ചകളൊക്കെ കണ്ട് ജോലിയുടെ ഭാരം മറന്ന് യാത്ര ചെയ്യാൻ ഈ സമയം സഹായിക്കാറുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, കോയമ്പത്തൂരിലെ ഞങ്ങളുടെ ഈ പ്രഭാത അതിജീവന കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങളിനി ജോലിക്ക് പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. എല്ലാവർക്കും വളരെ മനോഹരമായ ഒരു ദിനം ആശംസിക്കുന്നു. ബൈ.